നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ വൻ മയക്കുമരുന്ന് വേട്ട. കല്ലൂരാവിയിലും കോയിപ്പാടി മാവിനക്കട്ടയിലുമായി നടത്തിയ പരിശോധനയിൽ 4 പേർ പിടിയിൽ. 2 വാഹനങ്ങളും കസ്റ്റഡിയിൽ. ലഹരിക്കായി തിരച്ചിൽ ഊർജിതമാക്കുമെന്ന എക്സൈസും പോലീസും. 25 സംവത്സരങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടമാടുന്ന തൃക്കരിപ്പൂർ രാമവല്യം കഴകത്തിൽ കെട്ടിയാടുന്ന അപൂർവങ്ങളായ തെയ്യങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടി ആയിരങ്ങളാണ് തൃക്കരിപ്പൂർ രാമവല്യം കഴകം പെരുങ്കളിയാട്ടത്തിന് എത്തുന്നത്. പുലർച്ചെയും രാവിലെയും ഉച്ചയ്ക്കുമായി വ്യത്യസ്ത തെയ്യക്കോലങ്ങളാണ് കഴകത്തിലെ അരങ്ങിലെത്തുന്നത്. ദൂരദിക്കുകളിൽ നിന്നു പോലും ആളുകൾ എത്തുന്നുണ്ട്. മികച്ച ഉപഭോക്തൃ സർവീസും നെറ്റ്വർക്കിൽ പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഗോൾഡൻ ക്ലസ്റ്റർ പ്രവർത്തനം തുടങ്ങി. രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച കാസർഗോഡിന്റെ അഭിമാന താരം മുഹമ്മദ് അസറുദ്ദീന് ജന്മനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം. തളങ്കര ക്രിക്കറ്റ് ക്ലബ് TCCയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അസറുദ്ദീന് സ്വീകരണം ഒരുക്കിയത്. ബോവിക്കാനം AUP സ്കൂൾ 5ാം തരം ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ കൂട്ടുകാർക്ക് കത്തെഴുതാം എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇംഗ്ലീഷ് അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ അണിയ തിരുവനന്തപുരം GVHSS വെള്ളനാട് സ്കൂളിലെ കുട്ടികളുടെ മേൽവിലാസത്തിൽ കത്തെഴുതി. കാസർഗോഡ് മണ്ഡലത്തിലെ കടലോര മേഖലയുടെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട പാർലമെന്റിൽ വിഷയം അവതരിപ്പിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ആലടുക്കം കുടമിന്ന തറവാട് ശ്രീ വിഷ്ണുമൂർത്തി കരിഞ്ചാമുണ്ടി അമ്മ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. ദീപപ്രതിഷ്ഠ ഭക്തിയുടെ നിറവിൽ നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം നടന്നു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ വൻ മയക്കുമരുന്ന് വേട്ട. കല്ലൂരാവിയിലും കോയിപ്പാടി മാവിനക്കട്ടയിലുമായി നടത്തിയ പരിശോധനയിൽ 4 പേർ പിടിയിൽ. 2 വാഹനങ്ങളും കസ്റ്റഡിയിൽ. ലഹരിക്കായി തിരച്ചിൽ ഊർജിതമാക്കുമെന്ന എക്സൈസും പോലീസും. കല്ലൂരാവി ബാവാനഗറിൽ പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാർ മതിലിലിടിച്ചു. മയക്കുമരുന്നുമായി 3 പേർ പോലീസ് പിടിയിലായി. റോഡിൽ പോലീസിനെ കണ്ട സംഘം കാർ അമിത വേഗതയിൽ പിന്നോട്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സ്വകാര്യ വ്യക്തിയുടെ മതിലിലിടിച്ച് പറമ്പിലേക്ക് ഇടിച്ചു കയറി നിന്നു. നാട്ടുകാരും പിന്നാലെ എത്തിയ പോലീസും കാറിലുണ്ടായിരുന്നവരെ പിടികൂടി. പരിശോധനയിൽ കാറിനുള്ളിൽ നിന്നും 1.5 ഗ്രാമോളം MDMA കണ്ടെത്തി. 1 പാക്കറ്റ് സിഗരറ്റും കണ്ടെത്തി. അപകടത്തിൽപ്പെട്ട റിക്സ് കാർ തകർന്നു. തീരദേശത്ത് നിന്നും മയക്കുമരുന്ന് വാങ്ങി മടങ്ങുകയായിരുന്ന യുവാക്കളെന്നാണ് സൂചന. കാസർഗോഡ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ 4.183 കിലോഗ്രാം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. മഞ്ചേശ്വരം താലൂക്കിൽ ബംബ്രാണ സ്വദേശി സുനിൽകുമാറാണ് പിടിയിലായത്. മാവിനക്കട്ടയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, സിറ്റി ന്യൂസ്. കാസർഗോഡ് ലഹരി വിൽപ്പന സംബന്ധിച്ച വിവരം പോലീസിന് നൽകിയെന്നാരോപിച്ച് മാതാവിനെയും മകനെയും വീട് കയറി ആക്രമിക്കുകയും ജനൽ ചില്ല് എറിഞ്ഞു തകർക്കുകയും ചെയ്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. മാസ്തിക്കുണ്ട് കാച്ചിക്കാട്ടെ സ്വദേശി മുഹമ്മദ് നയാസിനെയാണ് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം. കാസർഗോഡ് ലഹരി വിൽപ്പന സംബന്ധിച്ച വിവരം പോലീസിന് നൽകിയെന്നാരോപിച്ച് മാതാവിനെയും മകനെയും വീട് കയറി ആക്രമിക്കുകയും ജനൽ ചില്ല് എറിഞ്ഞു തകർക്കുകയും ചെയ്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. മാസ്തിക്കുണ്ട് കാച്ചിക്കാട്ടെ സ്വദേശി മുഹമ്മദ് നയാസിനെയാണ് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. KK പുറം കുന്നിൽ കാച്ചിക്കാട്ടെ B അഹമ്മദ് സിനാൻ, മാതാവ് B സൽമ എന്നിവരാണ് അക്രമത്തിനിരയായത്. കേസിലെ മുഖ്യപ്രതിയും മുഹമ്മദ് നയാസിന്റെ സഹോദരനുമായ ഉമറുൽ ഫറൂഖ് ഒളിവിലാണ്. ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ആളൊഴിഞ്ഞ പറമ്പിൽ MDMA ഉപയോഗിക്കുന്നതിനിടയിൽ ഉമറുൽ ഫാറൂഖിനെയും മറ്റൊരാളെയും നേരത്തെ ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസിന് വിവരം നൽകിയത് അഹമ്മദ് സിനാനാണെന്ന് ആരോപിച്ചായിരുന്നു വീട് കയറി അക്രമം നടത്തിയതെന്ന് പറയുന്നു. സംഭവം വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
25 സംവത്സരങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടമാടുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ കെട്ടിയാടുന്ന അപൂർവങ്ങളായ തെയ്യങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടി ആയിരങ്ങളാണ് തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന് എത്തുന്നത്. പുലർച്ചെയും രാവിലെയും ഉച്ചയ്ക്കുമായി വ്യത്യസ്ത തെയ്യക്കോലങ്ങളാണ് കഴകത്തിലെ അരങ്ങിലെത്തുന്നത്. ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവറ ഘോഷയാത്രകൾ പൂർത്തിയായതോടെ പെരുങ്കളിയാട്ടത്തിനെത്തുന്നവർക്കെല്ലാം അന്നദാനവും തുടങ്ങിയിരുന്നു. പുലർച്ചെ മുതൽ വിവിധ തെയ്യങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടി മഞ്ഞൾക്കുറി വാങ്ങാൻ നൂറുകണക്കിന് പേർ കാത്തിരിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ മുതൽ കടപ്പുറത്ത് ഭഗവതി, കാനക്കര ഭഗവതി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി, ഗുളികൻ, വീരചാമുണ്ടി, കുണ്ടോർ ചാമുണ്ടിയും കൂടെയുള്ള തുരക്കാരത്തിയും, രക്തചാമുണ്ടി, പൂമാരുതൻ ദൈവം, തിറ, വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ അരങ്ങിലെത്തി. ഉച്ചത്തോറ്റവും നടന്നു. രാത്രി പൂമാരുതൻ ദൈവം വെള്ളാട്ടം, വടക്കൻകോടി ദൈവം വെള്ളാട്ടം, അന്തിത്തോറ്റം എന്നിവയും തിങ്കളാഴ്ച രാത്രി 11 മണി മുതൽ 12 മണി വരെ അങ്കക്കുളങ്ങര ഭഗവതി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യങ്ങളുടെ തോറ്റവും നടന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മികച്ച ഉപഭോക്തൃ സർവീസും നെറ്റ്വർക്കിൽ പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഗോൾഡൻ ക്ലസ്റ്റർ പ്രവർത്തനം തുടങ്ങി. ആഷിത് സബ് ഡിസ്ട്രിബ്യൂഷന്റെ കീഴിൽ കാസർഗോഡ് ജില്ലയിലെ 3ാമത്തെ ക്ലസ്റ്ററാണ് മൗവലിൽ 6ഓളം ഓപ്പറേറ്റർമാർ ചേർന്ന് പൂർത്തീകരിച്ചിട്ടുള്ളത്. മികച്ച ഉപഭോക്തൃ സർവീസും നെറ്റ്വർക്കിൽ പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഗോൾഡൻ ക്ലസ്റ്റർ പ്രവർത്തനം തുടങ്ങി. സംസ്ഥാനത്ത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വിഭാവനം ചെയ്ത ആശയമാണ് ക്ലസ്റ്റർ. 2025-ൽ 100 ക്ലസ്റ്റർ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. ആഷിത് സബ് ഡിസ്ട്രിബ്യൂഷന്റെ കീഴിൽ കാസർഗോഡ് ജില്ലയിലെ 3ാമത്തെ ക്ലസ്റ്ററാണ് മൗവലിൽ 6ഓളം ഓപ്പറേറ്റർമാർ ചേർന്ന് പൂർത്തീകരിച്ചിട്ടുള്ളത്. തച്ചങ്ങാട്, മൗവൽ, കുണിയ, പാക്കം, തൊട്ടിയിൽ, പെരിയാട്ടടുക്കം തുടങ്ങി പ്രദേശത്തെ കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് ഗോൾഡൻ ക്ലസ്റ്ററിന്റെ സേവനം ഇന്നു മുതൽ ലഭിച്ചു തുടങ്ങും. നാളെ ഈ മേഖലയിലേക്ക് കടന്നുവരുന്ന വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ ഉയർത്തുന്ന വെല്ലുവിളികളിൽ നിന്നും ഓപ്പറേറ്റർമാരെയും വൻ നിരക്ക് വർധനവിൽ നിന്ന് ഉപഭോക്താക്കളെയും സംരക്ഷിച്ചു നിർത്തുകയാണ് ക്ലസ്റ്റർ ലക്ഷ്യം വയ്ക്കുന്നത്. മികച്ച ഓഫീസും പ്രൊഫഷണലിസത്തോടെയുള്ള സമീപനവും വരുന്നതോടെ ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ സാധിക്കും. മൗവലിൽ ആരംഭിച്ച ക്ലസ്റ്റർ COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അനിവാര്യമായി കൊണ്ടിരുന്ന ഏറ്റവും എസെൻഷ്യൽ സർവീസ് ആയിട്ടുള്ള ബ്രോഡ്ബാൻഡ് സംവിധാനം കേരളത്തിൽ 1ാം സ്ഥാനത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് വളരെ കൃത്യതയോടുകൂടി ശാസ്ത്രീയമായിട്ട് പ്രൊഫഷണലിസത്തോടുകൂടി തന്നെ കൊണ്ടുപോകണമെന്നുള്ള ശക്തമായ സംഘടനയുടെ നയപരമായിട്ടുള്ള ഭാഗമായിട്ടാണ് ക്ലസ്റ്റർ സംവിധാനം എല്ലാ ജില്ലകളിലും നടപ്പിലാക്കണമെന്നുള്ള തീരുമാന സംഘടന എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കൺവെൻഷനിൽ വെച്ച് കേരളത്തിലെ 4000-ഓളം വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കേബിൾ TV ശൃംഖല 500 MSPകളായി മൾട്ടി സർവീസ് പ്രൊവൈഡറുമായി മാറിക്കൊണ്ട് കൃത്യമായിട്ടുള്ള സേവനവും ഈ രംഗത്ത് ഇത് ഡിജിറ്റലായാലും ബ്രോഡ്ബാൻഡ് ആയാലും കൃത്യമായ സേവനം നൽകിക്കൊണ്ട് അനുബന്ധ മേഖലയിലേക്ക് കടക്കുവാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്ലസ്റ്റർ സംവിധാനത്തിൽ തുടക്കം കുറിക്കുന്നത്. കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ നിർവഹിച്ചു. സംഘടന 2 കാര്യത്തിലാണ്. ഒന്ന്, ക്ലസ്റ്റർ എന്ന് പറയുന്നത് വൻകിട വലിയ കോർപ്പറേറ്റ് കമ്പനികൾ കൊടുക്കുന്ന സർവീസ് അതിനേക്കാൾ മികച്ചതായി കൊടുക്കുന്നതിന് പ്രതിരോധമാണ്. ആണ് ക്ലസ്റ്ററിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഏത് വലിയ കമ്പനിയും ഓഫർ ചെയ്യുന്ന സർവീസ് അതിനേക്കാൾ മികച്ച രീതിയിൽ കൊടുക്കാൻ ക്ലസ്റ്ററുകൾക്ക് കഴിയിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തത് ഈ ഇത് തന്നെയാണ്. അതായത് ഒന്ന് കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ ഒരു പ്രതിരോധമാകുമ്പോൾ തന്നെ രണ്ടാമത് മികച്ച സർവീസ് കൊടുക്കാനാണ്. ഇവിടെ തന്നെ സൂചിപ്പിച്ചു. ഒന്ന്, ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്ന ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ TV സർവീസുകൾ കുറേ കൂടി കൂടുതൽ സമയം, ഒരുപക്ഷെ ഒരു സാധാരണ നെറ്റ്വർക്കിൽ നമുക്ക് 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ അത് 18 മണിക്കൂറോ അല്ലെങ്കിൽ ക്രമേണ 24 hours വരെ ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും.
ജില്ലാ പ്രസിഡന്റ് വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. KCCL ഡയറക്ടർ M ലോഹിതാക്ഷൻ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കൊളിക്കര, ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ, CCN ചെയർമാൻ K പ്രദീപ് കുമാർ, MD TV മോഹനൻ, ജില്ലാ ട്രഷറർ വിനോദ് P, മേഖലാ സെക്രട്ടറി പ്രകാശ് P എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ക്ലസ്റ്റർ ഡയറക്ടർ സതീഷ് K പാക്കം സ്വാഗതവും ഡയറക്ടർ പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് മേഖലയിലെ ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച കാസർഗോഡിന്റെ അഭിമാന താരം മുഹമ്മദ് അസറുദ്ദീന് ജന്മനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം. തളങ്കര ക്രിക്കറ്റ് ക്ലബ് TCCയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അസറുദ്ദീന് സ്വീകരണം ഒരുക്കിയത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ചരിത്രം മാറ്റിയെഴുതിയപ്പോൾ കാസർഗോഡിനും അഭിമാനിക്കാൻ വകയുണ്ട്. സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് അസറുദ്ദീനാണ് നാടിന്റെ അഭിമാന താരമായത്. മത്സരത്തിന് ശേഷം നാട്ടിലെത്തിയ താരത്തിന് ഗംഭീര വരവേൽപ്പാണ് നാട്ടുകാർ ഒരുക്കിയത്. കേരളത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന ആഭ്യന്തര ക്രിക്കറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ടു പോകുമെന്നും അസറുദ്ദീൻ പറഞ്ഞു. തീർച്ചയായും പറഞ്ഞ പോലെ തന്നെ കാലക്രമേണ കേരള ക്രിക്കറ്റിൻ്റെ അച്ചീവ്മെൻറ്റ്സ് കൂടി വരികയാണ്. അപ്പം അതിൽ എനിക്ക് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് KCNൻ്റെ എഫേർട്ട് തന്നെയാണ്. ഇപ്പോൾ ക്യാഷ് കേരള പോലെയുള്ള ഒരുപാട് അക്കാഡമീസ് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പം ക്യാമ്പ്സ് കാര്യങ്ങൾ, പുതിയ കോച്ചസ്, പുതിയ മെത്തേഡായിട്ടാണ് കേരള ക്രിക്കറ്റ് മുമ്പിലോട്ട് പോകുന്നുള്ളത്. അതിലുപരി പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പിൻ പോയിൻ്റ് ചെയ്ത് പറയല്ല. പക്ഷേ ഇപ്പം കളിക്കുന്ന പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇന്ത്യ കളിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയും അതിനനുസരിച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഡൊമസ്റ്റിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പ്ലേയേഴ്സിന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പം ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യുന്നതിലുപരി ടീമിൻ്റെ അച്ചീവ്മെൻ്റാണ് എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നമ്മൾ സെമിയും ഫൈനലും കളിച്ചാൽ മാത്രമേ കേരളത്തിൽ നിന്ന് സെലക്ഷൻ പ്രോസസ്സ് മേലോട്ടുള്ളൂ എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ടീമിനെ എങ്ങനെ ഫൈനലിലേക്ക് എത്തിക്കയില്ലെങ്കിൽ കപ്പടിക്കാന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഡൊമസ്റ്റിക്കിലെ പ്ലേയേഴ്സ് എല്ലാവരും അപ്രോച്ച് ചെയ്യുന്നത്. കേരള ക്രിക്കറ്റും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വിവിധ അക്കാദമികളുടെ പ്രവർത്തനം മാതൃകാപരമാണ്. പുതിയ കായിക താരങ്ങളും ക്രിക്കറ്റിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. വ്യക്തി താൽപര്യങ്ങൾക്ക് ഉപരി ടീമിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ കേരളത്തിന് കൂടുതൽ സാധ്യതകൾ തുറന്നു കിട്ടുകയുള്ളൂ എന്നും അസറുദ്ദീൻ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബോവിക്കാനം AUP സ്കൂൾ 5ാം തരം ഇംഗ്ലീഷ് പാഠഭാഗ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൂട്ടുകാർക്ക് കത്തെഴുതാം എന്ന പ്രവർത്തനം ഇംഗ്ലീഷ് അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ തിരുവനന്തപുരം GVHSS വെള്ളനാട് സ്കൂളിലെ കുട്ടികളുടെ അഡ്രസ് അവിടുത്തെ അധ്യാപകനായ സുബ്രഹ്മണ്യൻ മാഷിനോട് ആവശ്യപ്പെടുകയും തുടർന്ന് അയച്ചു കിട്ടിയ 5ാം തരത്തിലെ 100ഓളം കുട്ടികളുടെ മേൽവിലാസത്തിൽ കത്തെഴുതി അയക്കുകയും ചെയ്തു. സേനോട്ട് ഡ്രഗ് എന്ന സന്ദേശമെഴുതിയ കത്തിൽ തലസ്ഥാന ജില്ലയിലെ വിശേഷങ്ങൾ ചോദിക്കുകയും കാസർഗോഡിന്റെ പ്രത്യേകതകൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ബോവിക്കാനം AUP സ്കൂൾ 5ാം തരം ഇംഗ്ലീഷ് പാഠഭാഗ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൂട്ടുകാർക്ക് കത്തെഴുതാമെന്ന പ്രവർത്തനം ഇംഗ്ലീഷ് അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരം GVHSS വെള്ളനാട് സ്കൂളിലെ കുട്ടികളുടെ അഡ്രസ് അവിടുത്തെ അധ്യാപകനായ സുബ്രഹ്മണ്യൻ മാഷിനോട് ആവശ്യപ്പെടുകയും തുടർന്ന് അയച്ചു കിട്ടിയ 5ാം തരത്തിലെ 100ഓളം കുട്ടികളുടെ മേൽവിലാസത്തിൽ കത്തെഴുതി അയക്കുകയും ചെയ്തു. സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശമെഴുതിയ കത്തിൽ തലസ്ഥാന ജില്ലയിലെ വിശേഷങ്ങൾ ചോദിക്കുകയും കാസർഗോഡിന്റെ പ്രത്യേകതകൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ കത്തിന്റെ ചരിത്രവും പ്രാധാന്യവും കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. പോസ്റ്റ്മാൻ ഷീനു, HM ബിന്ദു ടീച്ചർ, PTA അംഗം ഹമീദ്, വിമൽ മാസ്റ്റർ ഉൾപ്പെടെയുള്ള അധ്യാപകർ ചടങ്ങിൽ പങ്കെടുത്തു. ഇംഗ്ലീഷ് സംസ്ഥാന റിസോഴ്സ് അധ്യാപകരാണ് തിരുവനന്തപുരം വെള്ളനാട് സ്കൂളിലെ സുബ്രഹ്മണ്യൻ മാസ്റ്ററും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബോവിക്കാനം സ്കൂളിലെ ഉണ്ണികൃഷ്ണൻ അണിഞ്ഞയും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva
by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് മണ്ഡലത്തിലെ കടലോര മേഖലയുടെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ വിഷയം അവതരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP അജാനൂരിലെ ഹാർബർ യാഥാർത്ഥ്യമാക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പാർലമെന്റിൽ ബജറ്റ് സെക്ഷനിൽ 377 റൂൾ അനുസരിച്ച് അവതരിപ്പിച്ച വിഷയത്തിൽ ആവശ്യപ്പെട്ടു. അജാനൂരിലെ തീരദേശവാസികൾക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുമെന്നും ഉണ്ണിത്താൻ. മഞ്ചേശ്വരം, കാഞ്ഞങ്ങാട്, അജാനൂർ, നീലേശ്വരം, ചെറുവത്തൂർ, രാമന്തളി, എട്ടിക്കുളം, പഴയങ്ങാടി, ചൂട്ടാട്, മാട്ടൂർ തുടങ്ങി കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കടലോര മേഖല സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം. സീപോർട്ട് വികസനത്തിനും കടലാക്രമണം തടയുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള നിരവധി പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ പിടിപ്പുകേട് ഒന്നുകൊണ്ട് മാത്രം ഇന്നും യാഥാർത്ഥ്യമാകാതെ കിടക്കുന്നു എന്നുള്ളത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. ഇന്നലെ പാർലമെന്റിൽ റൂൾ 377 അനുസരിച്ച് എനിക്ക് കിട്ടിയ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഈ കടലോര മേഖലയിലെ മീൻ പിടിക്കുന്ന തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചത് ഒരു വലിയ കാര്യമാണ്. നിലവിൽ കേന്ദ്രത്തിന്റെ പരിഗണനയിലുള്ളത് കോടിക്കണക്കിന് രൂപയുടെ എസ്റ്റിമേറ്റ് ആണ്. ഇതിൽ ചെറുവത്തൂർ, മടക്കര, അജാനൂർ തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖത്തിന്റെ സമഗ്ര വികസനത്തിന് CA ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് സർക്കാരിന് സമർപ്പിച്ച പദ്ധതി നടപ്പിലാക്കുന്നതും കാത്തിരിക്കുകയാണ് പാവപ്പെട്ട മീൻപിടുത്ത തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും. അത് നൂറുകണക്കിന് ആളുകളും അത് കാത്തിരിക്കുകയാണ്. ഈ അജാനൂരിൽ ഹാർബർ നിർമ്മാണം എങ്ങും എത്തിയില്ല. അത് ഒച്ചിന്റെ വേഗതയിലാണ് എഴുതുന്നത്. പൂനെയിൽ നിന്ന് റിപ്പോർട്ടുകൾ വന്നു എന്ന് സംസ്ഥാന ഗവൺമെന്റ് പറയുന്നെങ്കിലും അതിന്റെ ഒരു കോപ്പി ആവശ്യപ്പെട്ട് ഇതുവരെ തരാൻ തയ്യാറായിട്ടില്ല. ഈ അടുത്ത കാലത്ത് കാഞ്ഞങ്ങാട് MLA ഇക്കാര്യം എന്നോട് സൂചിപ്പിച്ചു. എത്രയും വേഗം അതിന്റെ കോപ്പി MPക്ക് എത്തിക്കാം, കേന്ദ്രത്തിൽ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തണം. ഞാൻ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു, ആ കോപ്പി കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാം. എന്തായാലും കടലാക്രമണം തടയുന്നതിനും മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഇന്നലെ റൂൾ 377 അനുസരിച്ച് പാർലമെന്റിൽ ഞാൻ ഉന്നയിച്ച ആവശ്യം. എല്ലാം കൂടി ഒറ്റയടിക്ക് പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇനിയും പാർലമെന്റിൽ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഈ സംസ്ഥാന ഗവൺമെന്റ് റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ അജാനൂർ തുറമുഖത്തിന് വേണ്ടി ഞാൻ ജീവൻ മരണ പോരാട്ടം നടത്തും. അത് അജാനൂരോട് ഉള്ള മത്സ്യത്തൊഴിലാളികളുള്ള എന്റെ ഒരു കടമയാണ്, കർത്തവ്യമാണ്. അതുപോലെ തന്നെ കടലാക്രമണം തടയുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് ഞാൻ ആവശ്യപ്പെടുന്നു. കാസർഗോഡ് ബന്തെടുക്ക മാണിമൂലയിൽ തീപിടിച്ച് വീട് കത്തി നശിച്ച സംഭവത്തിൽ തീപിടിച്ചത് അടുക്കള ഭാഗത്ത് നിന്നെന്ന് പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് സന്ദീപ് രാജിന്റെ വീട് കത്തി നശിച്ചത്. കാസർഗോഡ് ബന്തെടുക്ക മാണിമൂലയിൽ തീപിടിച്ച് വീട് കത്തി നശിച്ച സംഭവത്തിൽ തീപിടിച്ചത് അടുക്കള ഭാഗത്ത് നിന്നെന്ന പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സന്ദീപ് രാജിന്റെ വീട് കത്തി നശിച്ചത്.
ഞങ്ങൾ പുറത്ത് പോയിട്ട് ഞാൻ എൻ്റെ ചെക്കനും പണി ചെയ്ത് ഞങ്ങൾ വന്നിട്ട് വിശ്രമിക്കാണ്. ആ സമയത്ത് ചെക്കനോട് പറഞ്ഞു അച്ഛൻ ഭയങ്കര പുക കാത്തിട്ട് തീ കാത്തിട്ട് അപ്പോഴേക്ക് ഞാൻ ചോദിച്ചു. അപ്പം കിച്ചണിൽ ഭയങ്കര തീയാണ്. അത് കുറേ ശ്രമിച്ചു വെള്ളമിട്ടിട്ട് എന്തും നടന്നിട്ടില്ല. എല്ലാം പീത്തലോട്ട് പോയി. എൻ്റെ ചെക്കന് കുറേ കൂറ്റെടുത്തു. ആൾക്കാരുണ്ടായിട്ടില്ല. പിന്നെ അച്ഛൻ കത്തുന്നുണ്ട്, അച്ഛനൊക്കെ പുറത്ത് വരും. എൻ്റെ മോൻ പറഞ്ഞു. ഞാൻ പുറത്ത് വന്നിട്ട് 5 മിനിറ്റ് ഗ്യാസ് സ്പോട്ടായി സാർ. ഇപ്പം ഞങ്ങൾ 2 നാൾ ഓടി വീടിയെ ആൾക്കാരെ വിളിക്കാൻ അപ്പോഴേക്ക് കത്തുന്നുണ്ട്. തീപിടുത്തത്തിനിടയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതോടെ വീട് പൂർണ്ണമായും തകർന്നു. അടുക്കളയുടെ മേൽഭാഗത്ത് ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റിലേക്ക് തീ പടർന്നതാകാമെന്ന് കരുതുന്നു. വീട്ടുപകരണങ്ങളടക്കം എല്ലാം കത്തിനശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആലടുക്കം കുടമിന്ന തറവാട് ശ്രീ വിഷ്ണുമൂർത്തി കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. ദീപപ്രതിഷ്ഠ ഭക്തിയുടെ നിറവിൽ നടന്നു. ആലടുക്കം കുടമിന്ന തറവാട് ശ്രീ വിഷ്ണുമൂർത്തി കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി ദീപപ്രതിഷ്ഠ നടന്നു. നിരവധി ആളുകളാണ് ദീപപ്രതിഷ്ഠയിൽ പങ്കാളികളാവാൻ ക്ഷേത്രസന്നിധിയിലെത്തിയത്. നിരവധി ആളുകളാണ് ദീപപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കാളികളാവാൻ ദേവസ്ഥാന സന്നിധിയിലേക്ക് എത്തിയത്. ന്യൂസ് ബ്യൂറോ, ആലടുക്കം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം നടന്നു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC പ്രസന്ന ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഓഹരി വിപണികളിൽ തട്ടിക്കളിക്കാനായിട്ട് നമ്മുടെ 10 ലക്ഷം കോടി രൂപ കൊടുത്തിരിക്കുകയാണ്. എല്ലാ മാസവും ഈ പണം അങ്ങോട്ടാണ് ഒഴുകുന്നത്. നമുക്ക് എത്ര പൈസ ഇപ്പൊ പുതിയ ഈ NPS ഒക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പൊ പുതിയ യൂണിഫൈഡ് പെൻഷൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എന്താ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുണ്ടാവും. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് B പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. KP കമാരൻ നായർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. K സുജാതൻ മാസ്റ്റർ സംഘടനാ റിപ്പോർട്ടും, K ചന്ദ്രശേഖരൻ പ്രവർത്തന റിപ്പോർട്ടും, V സുരേന്ദ്രൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. S ഗോപാലകൃഷ്ണൻ, TV സരസ്വതി, ബാലൻ ഒളിയക്കാൽ, PV കമലാക്ഷി, VV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KV കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും V കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. 2025-26 വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക.
ചെയ്യുക, നിർദ്ദേശങ്ങൾ പാലിക്കുക. നാലിന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടർന്നു. ഹിന്ദു ഐക്യവേദി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷനും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് SP ഷാജി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുവിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ അവഹേളിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് കേരളം ഭരിക്കുന്നതെന്നും പ്രയാഗ്രാജിൽ നടന്ന 66 കോടി ഭക്തജനങ്ങൾ പങ്കെടുത്ത മഹാകുംഭമേളയെ അടക്കം അവഹേളിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നതെന്നും ഹിന്ദു സമൂഹം അത് തിരിച്ചറിയണമെന്നും ഹിന്ദു ഐക്യവേദി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷനും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് SP ഷാജി പറഞ്ഞു. ലഹരിയുടെ ഉപയോഗം മൂലം ഇന്ന് നടക്കുന്ന അതിക്രൂരമായ പീഡനങ്ങൾ മുതൽ കൊലപാതകം വരെയുള്ള കാര്യങ്ങൾക്ക് ദിനം പ്രതി കേൾക്കുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് ചെകുത്താന്മാരുടെ നാടായി എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയൊന്നുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹിന്ദുക്കളെ പച്ചക്ക അമ്പലനടയിൽ കെട്ടിത്തുന്നു മുദ്രാവാക്യം. ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകള് പരാതി കൊടുത്തപ്പോ അറസ്റ്റ് നടന്നപ്പോ ആ വിളിച്ച പ്രവർത്തകനെ ലീഗിൽ നിന്ന് പുറത്താക്കി. ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഹിന്ദുക്കളെ പച്ചക്ക് കെട്ടിത്തുക്കുന്നല്ല പറഞ്ഞത്, RSSകാരെ പച്ചക്ക് കെട്ടിത്തുക്കുന്ന പറഞ്ഞത് അമ്പലനടയിൽ. അപ്പൊ അത്തരത്തില് നമ്മുടെ നാട്ടില് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിലായിരുന്നു ഇത്തരം ജിഹാദി പ്രവർത്തനം രൂക്ഷമായത്. ഇപ്പോ കാസർഗോഡ് ജില്ലയിൽ കേരളത്തിൽ എവിടെയും എന്തും ചെയ്യാം ഹിന്ദുക്കളെ നേരെ. മാവുങ്കാൽ വ്യാപാര ഭവനിൽ നടന്ന യോഗത്തിൽ ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് പ്രസിഡന്റ് നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംഘടനാ ജില്ലാ സെക്രട്ടറി V സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഹിന്ദു ഐക്യവേദി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് തച്ചങ്ങാട് ഗോപാലകൃഷ്ണൻ, സക്ഷമ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗീതാ ബാബുരാജ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രാഗത്ഭ്യം തെളിയിച്ച കലാകായിക പ്രതിഭകളെ ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മണികണ്ഠൻ ഉപഹാരം നൽകി ആദരിച്ചു. ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് സെക്രട്ടറി മഞ്ജുഷ സ്വാഗതവും പഞ്ചായത്ത് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ശശി തായങ്കട നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കേരള ബാങ്ക് അലാംപള്ളി ശാഖയ്ക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന സംഘം ഭരണസമിതികൾക്കെതിരെ അവിശ്വാസം രേഖപ്പെടുത്തി സംഘങ്ങളും സ്ഥാപനങ്ങളും പിടിച്ചെടുക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് സഹകരണ മേഖലയിൽ കൊണ്ടുവരുന്ന പുതിയ കരട് നിയമം ചട്ടം 43B പിൻവലിക്കണമെന്നും ഈ ഭേദഗതി സഹകരണ മേഖലയെ സംഘർഷഭരിതമാക്കുമെന്നും ഈ മേഖലയിൽ നാളിതുവരെ വളർച്ചയെ പിറകോട്ട് നയിക്കുമെന്നും DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. സഹകരണ മേഖലയോട് സർക്കാരും കേരള ബാങ്കും കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സഹകരണ ജനാധിപത്യ വേദി ഹോസ്ദുർഗ് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് കേരള ബാങ്ക് അലാംപള്ളി ശാഖയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നു, സഹകരണ ജനാധിപത്യ വേദി പറയുന്നു, കേരളത്തിലെ ബാങ്കുകൾ ഇന്ന് നിലനിൽക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒട്ടനവധി ആളുകൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നിലനിൽക്കുന്നതിന് വേണ്ടി ഒട്ടനവധി ഡെപ്പോസിറ്റുകൾ ചെയ്യുന്നു. ആ ഡെപ്പോസിറ്റിന്റെ പിൻബലത്തിലാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇന്ന് രാജ്യത്ത് തന്നെ മാതൃക എന്നോണം വളർന്ന് പന്തലിച്ചിട്ടുള്ളത്. പക്ഷേ CPM പാർട്ടി രാഷ്ട്രീയം കൊണ്ട് സഹകരണ മേഖലയെ തകർക്കാനും CPM-ന് അനുകൂലമായ നിയമനിർമ്മാണങ്ങൾ നടത്തി സഹകരണ ബാങ്കുകളെ പിടിച്ചടക്കാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോയാൽ. സഹകരണ ജനാധിപത്യ വേദി ഹോസ്ദുർഗ് താലൂക്ക് കമ്മിറ്റി ചെയർമാൻ മടിയൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, VR വിദ്യാസാഗർ, KV സുധാകരൻ, മാമുനി വിജയൻ, ഗീതാ കൃഷ്ണൻ, അഡ്വക്കേറ്റ് PV സുരേഷ്, ധന്യ സുരേഷ്, CMP സെക്രട്ടേറിയറ്റ് അംഗം V കമാരൻ, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി K ശശി, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ദിനേശൻ മൂലക്കണ്ടം, ഹംസ പുതിയകോട്ട, C രവി, KP ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സാമൂഹ്യ മൂലധനവും വികസനവും കേരളത്തിലെ തെരഞ്ഞെടുത്ത ഗോത്രവിഭാഗങ്ങളെക്കുറിച്ചൊരു പഠനം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ഡോക്ടർ U ബാലകൃഷ്ണനെ തുടി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. പൂടംകല്ല് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു ആദരവ് സമ്മേളനം നടന്നത്. സാമൂഹ്യ മൂലധനവും വികസനവും
കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഗോത്രവിഭാഗങ്ങളെക്കുറിച്ചൊരു പഠനം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ഡോക്ടർ യു ബാലകൃഷ്ണനെ കാസർഗോഡ് തുടി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. പൂടംകല്ല് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ആദരവ് സമ്മേളനം കേരള പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CJ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ആരും ധൈര്യപ്പെടാൻ സാധ്യതയില്ലാത്തൊരു വിഷയമാണ് ബാലകൃഷ്ണൻ എടുത്തത്. കാരണം ഇതിൻ്റെ അകത്ത് 3 ജാതികളെ കുറിച്ചുള്ള പഠനമാണ്. 2 ഗോത്രങ്ങളെക്കുറിച്ചും ഒരു ജാതിയെക്കുറിച്ചും. 2 ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മലവേട്ടുവൻ, മറ്റൊന്ന് മാവിലൻ, മറ്റൊരു ജാതിയായിട്ടുള്ള മറാഠി. ഈ 3 സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഈ 3 സമുദായങ്ങൾ, 2 ഗോത്രവും പട്ടികവർഗത്തിൽ ഉൾപ്പെട്ട ഒരു ജാതിയും തമ്മിലുള്ള അവരുടെ ഭൗതികമായിട്ടുള്ള വളർച്ചാ നിരക്ക് എന്താണ്? പ്രതിസന്ധികളോട് പടവെട്ടി ഉയർന്നു വന്ന് ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ യു ബാലകൃഷ്ണൻ ഗോത്ര ജനതയ്ക്ക് അഭിമാനവും മാതൃകയും വഴികാട്ടിയുമാണെന്ന് CJ കൃഷ്ണൻ പറഞ്ഞു. കേരള സംസ്ഥാന 7ാം ധനകാര്യ കമ്മീഷൻ ഉപദേശകൻ ഡോക്ടർ KK ഹരിക്കുറുപ്പ് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗസൽ, മാപ്പിളപ്പാട്ട്, ഉറുദു, പദ്യം ചൊല്ലൽ എന്നിവയിൽ A ഗ്രേഡ് നേടിയ അദീന മോഹൻ, PSC പരീക്ഷയിൽ ഉന്നത വിജയത്തോടെ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച വിനിത മോഹൻ എന്നിവരെയും ആദരിച്ചു. തുടി വൈസ് ചെയർമാൻ കൃഷ്ണൻ C സ്വാഗതം പറഞ്ഞു. മുൻ ചെയർമാൻ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കള്ളാർ പഞ്ചായത്ത് 11ാം വാർഡ് മെമ്പർ B അജിത് കുമാർ, ശങ്കരൻ മുണ്ടമാണി, രാജു കൈത്തോട്, വിഷ്ണു ഗോപി എന്നിവർ സംസാരിച്ചു. ജോയിന്റ് കൺവീനർ ചന്ദ്രൻ കായലടുക്കം നന്ദി പറഞ്ഞു. തുടർന്ന് മംഗലം കളിയും വിലയിരുത്തൽ ശില്പശാലയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങ. CPIM അജാനൂർ ഫസ്റ്റ് ലോക്കൽ കമ്മിറ്റി KP ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് റാഫി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPIM അജാനൂർ ഫസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KP ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PP മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. ആ മുദ്രാവാക്യം വിളികേട്ട് എന്തിനാ ഞാൻ ഈ കോൺഗ്രസുകാരുടെയും ജനസംഘം ഉൾപ്പെടെയുള്ള RSSകാരുടെയും ചീത്ത വിളികേട്ട് ഞാൻ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത് എന്ന് EMSന് അന്ന് തോന്നിയിരുന്നു. EMS വരുന്നെന്ന് പറയുന്ന മഹാൻ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുമായിരുന്നില്ല. EMS മുഖ്യമന്ത്രി ആയിരുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ EMSന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒട്ടനവധി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ കണ്ടില്ലേ? എന്താണ്? ഒന്ന് വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നു, വിദ്യാഭ്യാസ പരിഷ്കരണ വിദ്യാഭ്യാസ ബില്ല്. MP രാഘവൻ അധ്യക്ഷനായി. മൂലക്കണ്ടം പ്രഭാകരൻ, V ഗിനീഷ്, K വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. M സുനിൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 16ാം വാർഡ് വനിതാ ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റൈസ് ആൻഡ് ത്രൈവ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വാർഡിലെ അർഹരായ കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ 16ാം വാർഡ് വനിതാ ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് റൈസ് ആൻഡ് ത്രൈവ് ക്യാമ്പയിൻ നടന്നത്. വാർഡിലെ അർഹരായ കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണവും നടന്നു. വനിതാ ലീഗ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ഖൈറുന്നിസ അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ ജില്ലാ വനിതാ ലീഗ് വൈസ് പ്രസിഡന്റ് TK സുമയ്യ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ വാർഡിലും ഇതുപോലെ ക്യാമ്പയിൻ വെക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. സംസ്ഥാന വനിതാ ലീഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ റൈസ് ആൻഡ് ത്രൈ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ പുതിയതോ പേര് കണ്ടുപിടിച്ച പോലെയുള്ള ഒരു ഫീലിംഗാണ് നിങ്ങൾക്കുള്ളത്. ഒന്നുമില്ല, നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക, നമ്മുടെ പ്രവർത്തനം ഒന്നും കൂടി മെച്ചപ്പെടുത്തുക എന്നത് മാത്രമല്ല. ഒരു ഇംഗ്ലീഷ് വാക്കായിട്ടൊന്ന് പൊലിമപ്പെടുത്തിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്യാമ്പയിന് നമ്മളെല്ലാവരും എല്ലാ ശാഖയിലും വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന വനിതാ ലീഗിന്റെ ട്രഷററായിരുന്ന മുൻ അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന നസീമ ടീച്ചർ പെട്ടെന്നുള്ള ഒരു മരണം വല്ലാതൊരു സംഭവമായിരുന്നു. വിതരണോദ്ഘാടനം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് KP ഇബ്രാഹിം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി അബ്ദുൽ കലാം, മണ്ഡലം വൈസ് പ്രസിഡന്റ് T അന്തുമാൻ, മുനിസിപ്പൽ വനിതാ ലീഗ് പ്രസിഡന്റ് CH സുബൈദ, ജനറൽ സെക്രട്ടറി ആയിഷ അഷ്റഫ്, സെക്രട്ടറി റസിയ ഗഫൂർ, ട്രഷറർ റഹ്മത്ത് മജീദ്, കുഞ്ഞുമൊയ്തു TK എന്നിവർ സംസാരിച്ചു. വാർഡ് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ റസാഖ് മൗലവി പ്രാർത്ഥന നടത്തിയ ചടങ്ങിൽ വാർഡ് വനിതാ ലീഗ് സെക്രട്ടറി റജീന EK സ്വാഗതവും സുഹറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ വൻ മയക്കുമരുന്ന് വേട്ട. കല്ലൂരാവിയിലും കോയിപ്പാടി മാവിനക്കട്ടയിലുമായി നടത്തിയ പരിശോധനയിൽ 4 പേർ പിടിയിൽ. 2 വാഹനങ്ങളും കസ്റ്റഡിയിൽ.
ലഹരിക്കായി തിരച്ചിൽ ഊർജിതമാക്കുമെന്ന എക്സൈസും പോലീസും. 25 സംവത്സരങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടമാടുന്ന തൃക്കരിപ്പൂർ രാമവല്യം കഴകത്തിൽ കെട്ടിയാടുന്ന അപൂർവങ്ങളായ തെയ്യങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടി ആയിരങ്ങളാണ് തൃക്കരിപ്പൂർ രാമവല്യം കഴകം പെരുങ്കളിയാട്ടത്തിന് എത്തുന്നത്. പുലർച്ചെയും രാവിലെയും ഉച്ചയ്ക്കുമായി വ്യത്യസ്ത തെയ്യക്കോലങ്ങളാണ് കഴകത്തിലെ അരങ്ങിലെത്തുന്നത്. ദൂരദിക്കുകളിൽ നിന്നു പോലും ആളുകൾ എത്തുന്നുണ്ട്. മികച്ച ഉപഭോക്തൃ സർവീസും നെറ്റ്വർക്കിൽ പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഗോൾഡൻ ക്ലസ്റ്റർ പ്രവർത്തനം തുടങ്ങി. രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച കാസർഗോഡിന്റെ അഭിമാന താരം മുഹമ്മദ് അസറുദ്ദീന് ജന്മനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം. തളങ്കര ക്രിക്കറ്റ് ക്ലബ് TCCയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അസറുദ്ദീന് സ്വീകരണം ഒരുക്കിയത്. ബോവിക്കാനം AUP സ്കൂൾ 5ാം തരം ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ കൂട്ടുകാർക്ക് കത്തെഴുതാം എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇംഗ്ലീഷ് അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ അണിയ തിരുവനന്തപുരം GVHSS വെള്ളനാട് സ്കൂളിലെ കുട്ടികളുടെ മേൽവിലാസത്തിൽ കത്തെഴുതി. കാസർഗോഡ് മണ്ഡലത്തിലെ കടലോര മേഖലയുടെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ വിഷയം അവതരിപ്പിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ആലടുക്കം കുടമിന്ന തറവാട് ശ്രീ വിഷ്ണുമൂർത്തി കരിഞ്ചാമുണ്ടി അമ്മ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. ദീപപ്രതിഷ്ഠ ഭക്തിയുടെ നിറവിൽ നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം നടന്നു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.